ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയും ഹൈറേഞ്ചിനെ കുറിച്ചാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ മത്സരം ആർക്കാണ് കൂടുതൽ ആൾക്കാർ, മുന്നോട്ടുള്ള നടപടിക്കാരുടെ സൊസൈറ്റിക്കാണോ, വെൽഫെയർ സൊസൈറ്റിക്കാണോ, ഹൈറിച്ച് റിവൈവൽ കമ്മ്യൂണിറ്റി സൊസൈറ്റിക്കാണോ ആൾക്കാർ എന്നാണ് ഇവിടെ മത്സരം. അപ്പോൾ മുന്നോട്ടുള്ള നടപടിയുടെ ആൾക്കാർ പ്രത്യക്ഷത്തിലല്ലെങ്കിലും എല്ലാവർക്കും അറിയാം ഇവരൊക്കെ ഒരു ടീമാണ് എന്ന്. സെക്രട്ടേറിയറ്റിൽ മുഖംമൂടി ധർണ്ണ നടത്താനും കള്ളപ്പരാതികൾ ലോകം തേച്ചും കള്ളപ്പരാതികൾ അയക്കാനും എല്ലാത്തിനും ഇവർ ഒന്നായിരുന്നു. അപ്പോൾ ഇപ്പോൾ അത് കഴിഞ്ഞ് ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ ഇത്രയും കാലം ചെറുപ്പം മുതൽ വലുതാകുന്നവരെ അച്ഛാന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ട് അവസാനം വയസ്സാം കാലത്ത് അത് നിൻ്റെ അച്ഛനല്ല, അത് വേറെ ആരും ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിളിക്കാതെടുക്കുമോ? അവർ അച്ഛാന്നേ വിളിക്കൂ അല്ലേ? അതുപോലെയാണ് ഇവരുടെ അവസ്ഥ. പാരിക്കയും സൊസൈറ്റിയൊക്കെയാണ് സംഭവമാണ്. അവരൊക്കെയാണ് ഇതിൻ്റെ യഥാർത്ഥ ശക്തി. പിന്നെ ഈ കള്ള കമ്പനിയെ കട്ടക്ക് നിന്ന് സപ്പോർട്ട് ചെയ്യുന്നത് അവരൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് ഡെയിലി ഇവർ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുകയും എല്ലാം ചെയ്തിട്ട് ഇപ്പം പറയാം അവർ കള്ളന്മാരാണ്, ലീഡർമാരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആർത്തി പിടിച്ചിട്ട് പിന്നെ 5-10 വേണ്ടിയിട്ട് ഇത് തട്ടിപ്പാണെങ്കിൽ കൂടി നമുക്ക് എങ്ങനെയെങ്കിലും ആരെ കഫം തോന്നിട്ടാലും വേണ്ടിയില്ല, നമുക്ക് 10 റുപ്യ അധികം കിട്ടാൻ മതിയെന്ന് വിചാരിച്ചിട്ട് ഇതിൽ കൊണ്ടിട്ടിട്ട് അതിനും കാത്തു കുത്തിയിരിക്കുന്നവർ അങ്ങനെ വിചാരിക്കുമോ? ഇല്ല. അതുകൊണ്ടാണ് മുന്നോട്ടുള്ള നടപടിക്കാർക്ക് ആൾക്കാർ കുറവ്. ഇപ്പം ലൈക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്വന്തം അടിക്കുകയാണ് പോലും. സ്വന്തം അക്കൗണ്ടിൽ നിന്ന് തന്നെ അടിച്ചിട്ട് ലൈക്ക് കാണിക്കേണ്ട ഗതികേടിലാണ് മുന്നോട്ടുള്ള നടപടിക്കാരുടെ അഡ്മിന്മാർ അവസ്ഥ.